എം.ആർ. അജിത് കുമാർ നിയമവിരുദ്ധമായ കാര്യങ്ങൾ ഒരുപാട് ചെയ്തതിൻ്റെ പേരിൽ വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയ ഒരു ADGP ആണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്. പൂരം കലക്കലുമായിട്ട് ബന്ധപ്പെട്ട വിവാദമുണ്ടായിട്ടുണ്ട്. അതിനുശേഷം ഈ പറയുന്ന പോലെ അനധികൃത സ്വത്ത് സമ്പാദ്യം എന്ന് പറഞ്ഞ ഒരു കൊട്ടാര സദൃശ്യമായ വീട് വെച്ചു എന്ന് പറഞ്ഞ ഒരു ആരോപണം ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം ശബരിമലയിലേക്ക് ട്രാക്ടറിൽ കയറിപ്പോയി കോടതി വിധി പോലും ധിക്കരിച്ചുകൊണ്ട് പ്രവർത്തിച്ചതിന് ആരോപണം ഉയർന്നു. ഇപ്പോൾ കേൾക്കുന്ന ഏറ്റവും പുതിയ കാര്യമെന്ന് പറയുന്നത് അന്വേഷണ ഡയറി തിരുത്തിയിരിക്കുന്നു. ഇങ്ങനെ ഒരു DGP സർവീസിൽ തുടരേണ്ടതുണ്ടോ? അതൊരു വലിയ ചോദ്യമാണ്. അതിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം തേടണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടുത്തെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിലേക്ക് പോകണം. അതായത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ ജീർണതയാണ് എം.ആർ. അജിത് കുമാർ എന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനിലൂടെ, അതായത് DGP ആകാനായിട്ട് പുള്ളി തയ്യാറെടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് എത്രമാത്രം ജീർണിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ഉദ്യോഗസ്ഥരിലൂടെ സംവിധാനങ്ങളിലൂടെ റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു വളരെ ഉദാത്തമായ ഉദാഹരണമാണ് എം.ആർ. അജിത് കുമാർ. അജിത് കുമാർ ഈ ഒരു കേസ്, നമ്മുടെ ഈ KSU അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആലപ്പുഴ വെച്ച് തല്ലിച്ചതച്ച കേസിൽ ഇടപെട്ട രീതി വെച്ച് നോക്കുകയാണെങ്കിൽ ആ ഒരൊറ്റ കേസ് മാത്രം എടുത്തു. ഒരുപാട് കേസിൽ അജിത് കുമാറിനെതിരെ നമ്മുടെ കേരളം പൊതുവായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഓരോ കേസ് വരുംതോറും അജിത് കുമാറിൻ്റെ ആ ശക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് ഈ ട്രാക്ടറിലൊക്കെ കയറി ശബരിമലയിലേക്ക് പോകാൻ ശ്രമിച്ചത്. അപ്പോൾ ഈ ഒരൊറ്റ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇപ്പം നമ്മുടെ കൺമുമ്പിൽ കാണുന്ന ഏറ്റവും വലിയൊരു നമ്മളുടെയൊക്കെ മനസാക്ഷിയെ അല്ലെങ്കിൽ മനുഷ്യനെ അസ്വസ്ഥമാക്കുന്നൊരു ചിത്രമാണ് ആലപ്പുഴയിൽ ആ 2 ഗവൺമെൻറ്മാരിറങ്ങി അവരെ അടിച്ച് തല പൊട്ടിക്കുന്നത്. ആ ഒരു കുറ്റമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിനെ നമ്മളൊരു ഒരു ഡിഗ്രി വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ കുറ്റകൃത്യത്തിൻ്റെ ഒരു 5-10 ഒക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ അജിത് കുമാർ ചെയ്ത കുറ്റത്തിൻ്റെ അത് കണക്കാക്കുകയാണെങ്കിൽ അതിൻ്റെ എത്രയോ മടങ്ങെന്ന് വെച്ചാൽ ഏറ്റവും വലിയ കുറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജിത് കുമാർ ചെയ്തതാണ്. ഇപ്പോൾ ഇവിടെ ഈ ഗവൺമെൻറ്മാരുടെ കേസെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരിപ്പോഴും ഈ ഫേവറിൻ്റെ പുറത്തൊക്കെ മറ്റേ മുഖ്യമന്ത്രിയുടെ ഔദാര്യത്തിൻ്റെ പുറത്ത് അല്ലെങ്കിൽ അവരുമായിട്ടുള്ള അടുപ്പത്തിൻ്റെ പുറത്ത് പ്രൊമോഷനെ കൊടുത്ത് ഇൻസ്പെക്ടർ എന്തോ ആയിട്ടുള്ളെന്ന് തോന്നുന്നു. കാര്യമായ വലിയ വിദ്യാഭ്യാസം എന്നുള്ള ആൾക്കാരൊന്നുമല്ല. വിദ്യാഭ്യാസ പക്ഷേ യോഗ്യത ഉണ്ടെങ്കിൽ പോലും ബൗദ്ധികമായിട്ട് വലിയ ഉയർന്ന ക്വാളിഫിക്കേഷനോ അതല്ലെങ്കിൽ മത്സര പരീക്ഷയൊന്നും എഴുതി വന്നിട്ടുള്ള ആൾക്കാരൊന്നുമല്ല അവർ. പക്ഷേ അജിത് കുമാർ അതല്ല. അജിത് കുമാർ IPS ഓഫീസറാണ്, ഇന്ത്യൻ സിവിൽ സർവീസിൽ ഉള്ള വ്യക്തിയാണ്. സിവിൽ സർവീസിലുള്ള വ്യക്തിയെന്ന് മാത്രമല്ല, വളരെ സീനിയറായിട്ടുള്ള ഈ DGP ആകാൻ യോഗ്യനായിരിക്കുന്ന ഒരു സംസ്ഥാനത്തിൻ്റെ നിയമസമാധാന പ്രശ്നം കൈകാര്യം ചെയ്യാൻ യോഗ്യത സാങ്കേതികമായി അവകാശപ്പെടുന്ന വ്യക്തിയാണ് അജിത് കുമാർ. ആ അജിത് കുമാർ ബോധപൂർവം ഒരു വലിയ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. അവിടെയാണ് അതിൻ്റെ ഡയമെൻഷൻ മാറുന്നത്. അതങ്ങനെ ചെയ്യാൻ കാരണം പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് വേണ്ടിയിട്ടാണ്. മുഖ്യമന്ത്രിയുടെ ഗവൺമെൻറ്റ്മാർ, മുഖ്യമന്ത്രി അധികാര കേന്ദ്രമാണ്. ആ അധികാര കേന്ദ്രത്തിനോട് ചേർന്ന് നിൽക്കുന്നവർക്ക് എന്ത് തെമ്മാടിത്തരവും കാണിക്കാം എന്നുള്ളൊരു അന്തരീക്ഷം കേരളത്തിൽ നിലനിന്നിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ആ ഗവൺമെൻറ്റ്മാർ തങ്ങൾക്ക് ഉള്ള ഡ്യൂട്ടിയുടെ ഭാഗമല്ലെന്നും തങ്ങൾ ചെയ്യുന്നത് നിയമവിരുദ്ധമാണെന്ന് അവർക്കറിയാം. അറിഞ്ഞിട്ട് പോലും അവരത് ആലപ്പുഴയിലത് ആക്രമണം കാണിച്ചത്. മാത്രവുമല്ല, ഗവൺമെൻറ്മാർക്ക് ഈ നമ്മുടെ ഈ ഗവൺമെൻറ് സംവിധാനത്തിൽ എൻ്റെ ഏറ്റവും വലിയൊരു എൻ്റെ ബ്രില്യൻസ് എന്ന് പറയുന്നത് ഓരോ റോളിലുള്ളവരുടെ കർത്തവ്യങ്ങൾ എല്ലാം ഡിഫൈൻഡാണ്. മനസ്സിലായി? അതാണ് അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ ഓഡിറ്റിംഗ് ഒക്കെ വരുന്നത്. ഈ C&G ഓഡിറ്റിംഗ് ആണെങ്കിലും അക്കൗണ്ട് ജനറൽ ഓഡിറ്റിംഗ് ഒക്കെ വരുന്നത് അതുകൊണ്ടാണ്. എല്ലാം വളരെ ഡിഫൈൻഡാണ്. അപ്പോൾ അത് പ്രകാരം ഈ ഗവൺമെൻറ്മാർക്ക് ഒരു കാരണവശാലും ഈ മുളവടിയോ ലാത്തിയോ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അല്ല, ഈ ലാത്തി പോലും പോലീസിൻ്റെ ലാത്തി അല്ല. പോലീസിൻ്റെ ലാത്തിയല്ല, ഇത് ലാത്തിയോ അല്ല. ഇത് കണ്ടു കഴിഞ്ഞാൽ വലിയ മുളയാണ്. മുളവടിയെന്നും പറയുന്നത് ശരിയല്ല. ഏതെങ്കിലും കാൽനാട്ടിലിന് കുഴിച്ചിടാൻ പറ്റുന്ന രീതിയിലുള്ള മുളയാണ് കൊണ്ടോ. അത് എത്ര അതെ, അതിൻ്റെ നീളം നോക്കണം. എന്നിട്ട് ആ ഇറങ്ങി അടിച്ച ആ വെള്ള ഷർട്ടിട്ട ഗൺമാൻ കാണണം. അദ്ദേഹം നല്ല ശരീരമുള്ള വ്യക്തിയാണ്. എന്നിട്ട് ഈ 2 കൈയും പിടിച്ചിട്ടാണ് അടിക്കാൻ. ലാത്തി 2 കൈ കൊണ്ട് പിടിച്ചടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫോഴ്സ് കിട്ടത്തില്ല. സാധാരണ പോലീസുകാരുടെ അടിക്കുന്ന ലാത്തി 1 കൈ കൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ മാത്രമേ വീശി അടിക്കാൻ. ഇപ്പം സാധാരണ വലിയ ചൂരൽ, അതാണ് ലാത്തി എന്ന് പറയുന്നത്. പക്ഷേ ഇതല്ല, ഇത് 2 കൈ കൊണ്ട് പൊക്കിയാലേ അതിൻ്റെ ഫോഴ്സ് കിട്ടത്തുള്ളൂ. അത് ആലോചിച്ച് നോക്കണം. അപ്പോൾ ഒരു കാരണവശാലും ഈ ലാത്തിയും കൊണ്ട് ഈ പോലീസിൻ്റെ മുഖ്യമന്ത്രിയുടെ ഗവൺമെൻറ്മാരടക്കാനുള്ള അവകാശമില്ല.
കാരണം അവർക്ക് ക്രമസമാധാന ചുമതലയല്ല അവരുടെ ദൗത്യം. അതെ അതെ അവരുടെ ദൗത്യം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ സുരക്ഷ ഉറപ്പാക്കുക. മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ പേരെന്താണ്? അതെ അതെ സെക്യൂരിറ്റി അല്ല, ഉദ്യോഗസ്ഥൻ, ഗൺമാൻ. ഗൺമാനാണ്. അതെ അതെ തോക്ക് കൊടുത്ത് വിട്ടിരിക്കുകയാണ്. അതെ കാര്യം നമ്മുടെ സ്റ്റേറ്റിൻ്റെ മുഖ്യമന്ത്രിയുടെ ജീവൻ അപകടത്തിലാകാൻ പാടില്ല. ഏതെങ്കിലും അപകടം ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ വെടിവെച്ചോളൂ. അതെ. അതുകൊണ്ടാണല്ലോ ഈ ഗൺമാൻ എന്ന് പറയുന്നത്. അല്ലാതെ ഈ ലാത്തിമാൻ എന്നല്ലല്ലോ പറയുന്നത്. അല്ല ഇല്ലേ? അപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഈ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ, അതായത് പിണറായി വിജയനോടൊപ്പം നിന്ന് കഴിഞ്ഞാൽ എന്തും ചെയ്യാം. ആ അധികാരത്തിൻ്റെ ആ ഹുങ്കും ജീർണതയുമാണ്. നമ്മൾ ഹുങ്കിനേക്കാൾ ഉപരി ജീർണതയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ എം.ആർ. അജിത് കുമാർ ചെയ്തത് എന്താണ്? മാത്രമല്ല, ഇതിനകത്ത് നമ്മൾ കാണാതെ പോകുന്നൊരു സംഗതിയുണ്ട്. അവിടെ ആ പോലീസുകാർ നിസ്സഹായരായിട്ട് നിൽക്കുക ചെയ്യുന്നത്. ക്രമസമാധാന ചുമതലയുള്ള പോലീസുകാർ ഈ എ ഡി തോമസിനെയും അതേപോലെ തന്നെ ജുവൽ കുര്യാക്കോസിനെയും പിടിച്ചു വെച്ചു. ഇവരും അതാണ് ഉദ്ദേശിച്ചത്. മനസ്സിലായില്ലേ? അവിടെ പോലീസുകാർ വന്നില്ലെങ്കിൽ ഇവരും നിസ്സഹായരായി പോയവരുന്നു ഈ രണ്ട് കക്ഷികളും. എന്ത് ചെയ്യാനില്ല, കാര്യം കയ്യിലാകെ ഒരു കറുത്ത പൊടി മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഇത് വെച്ചിട്ട് ഈ പോലീസുകാരും അവർ പെട്ടെന്ന് ഷോക്ക്ഡായി ഈ അടി കാണുന്നത്. അവർ പ്രതീക്ഷിക്കുന്നില്ല. ആ ഷോക്ക് അവരുടെ ബോഡി ലാംഗ്വേജിൽ കാണാൻ പറ്റും. മാത്രമല്ല, ആ പോലീസുകാരുടെ ഉള്ളിലെ മനുഷ്യന് ഉണർന്ന ലക്ഷണം കാണുന്നുണ്ട് അവിടെ. അവരുടെ ഒരു മുഖഭാവവും അതുപോലെ പിടിച്ചു മാറ്റി എങ്ങനെയെങ്കിലും ഇവരെ രക്ഷപ്പെടുത്തണം എന്നുള്ളൊരു ഇതിനിടയ്ക്ക് ഒരു പോലീസുകാരന് അടി കിട്ടുന്നുണ്ടോ സംശയമുണ്ട് ബേളത്തിനിടയ്ക്ക്. അപ്പോൾ ഇത്തരത്തിലുള്ള അക്രമം കാണിച്ച് ഹാർഡ് കോർ ക്രിമിനൽസ് ആണെന്നുള്ള ഒരു സംശയമില്ല. ആ ക്രിമിനാലിറ്റിയെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടിയും ബോധപൂർവം കോൺഷ്യസ് ആയിട്ട് ഇപ്പോൾ ഈ ഗൺമാന്മാർ പോലും ഈ ലാത്തി വണ്ടി കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല ഇല്ലേ? ക്രമവിരുദ്ധമാണ്. അത് വെച്ചതുപോലും അവരുടെ ആ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യം അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. മറിച്ച് ഒരു നീതിമാനായ വ്യക്തിയാണ് മുഖ്യമന്ത്രി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പണിക്ക് പോകേണ്ടതല്ല, പോലീസ് ഉണ്ടെന്ന് പറയത്തില്ലേ? കണ്ണൂർ വെച്ചിട്ട് ഡിവൈഎഫ്ഐക്കാർ ചെയ്ത പ്രവൃത്തി രക്ഷാപ്രവർത്തനമാണെന്ന് മാത്രമല്ല അദ്ദേഹം പറഞ്ഞത്, അത് മാതൃകാപരമാണെന്ന് പറഞ്ഞു. ഇവിടെയൊക്കെയാണ് ഈ ക്രിമിനാലിറ്റി വരുന്നത്. അപ്പോൾ ഇവിടെ മുഖ്യമന്ത്രിയിലെ ആ ക്രിമിനൽ ടെൻഡൻസിയാണ്, അതായത് കണ്ണൂർ വെച്ച് പറഞ്ഞ ഡിവൈഎഫ്ഐ പ്രവർത്തകർ നടത്തിയ ആക്രമണം രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നതും അതോടൊപ്പം തന്നെ അത് മാതൃകയാണെന്ന് പറഞ്ഞതുമാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു വ്യക്തിത്വങ്ങളുടെ അത് ശരിക്കും ഒരു വ്യക്തിത്വ പഠനത്തിന് വിധേയമാക്കേണ്ടതാണ്. സാർ, ഇത് മാത്രമല്ല, സാറിനൊരു വിഷ്വൽ ഓർമ്മ കാണും. അതായത് സമരക്കാരിങ്ങനെ കരികൊടിയായിട്ട് വന്നപ്പോൾ ഒരു ഇന്നോവയുടെ മുൻഭാഗം കൊണ്ട് സമരക്കാരെ ഇടിച്ചു തെറിപ്പിക്കുന്ന ഒരു രംഗമുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. അത് എല്ലാം ഈ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് അധികാരത്തെ നമ്മൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോഴും ഈ കൊളോണിയൽ സംസ്കാരത്തിൻ്റെ കീഴിലാണ്. ഈ കൊളോണിയൽ സംസ്കാരത്തെ അത് മാറ്റേണ്ട സമയം. ഇപ്പോഴും നമ്മൾ വലിയ ബുദ്ധിജീവികളും ഭയങ്കര സാംസ്കാരിക നായകരും വലിയ കക്ഷികളും ഒക്കെ പറയുന്നത്, ഈ ലോർഡ് ആക്ടൺ പറഞ്ഞതുപോലെ പവർ കറപ്റ്റ്സ്, അബ്സല്യൂട്ട് പവർ കറപ്റ്റ്സ് അബ്സല്യൂട്ട്ലി. അത് സായിപ്പിൻ്റെ ഒരു സംഗതിയാണത്. നമ്മളുടെ ഇവിടെ അധികാരം എന്ന് വെച്ചാൽ അതല്ല. അധികാരം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യാൻ കിട്ടുന്ന അവസരത്തിനെയാണ് അധികാരം എന്ന് പറയുന്നത്. മനസ്സിലായി? അധികാരം നെഗറ്റീവ് മീനിങ് അല്ല പറയുന്നത്. അപ്പോൾ പരമമായ അധികാരം അനന്തമായ സാധ്യതയാണ്. പരമമായ അധികാരം അനന്തമായ സാധ്യതയാണ്. ഒരു വ്യക്തിക്ക് ഒരു സംസ്ഥാനത്ത് ഇത്രയും വലിയ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ഈ സംസ്ഥാനത്തിനെ എടുത്തിട്ട് അതിമനോഹരമായിട്ട് ഏത് രീതിയിലേക്കും കൊണ്ടുപോകാനുള്ള സാധ്യത തുറന്നെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ കേരളം പോലെ സമ്പന്നമായൊരു സംസ്ഥാനത്തെ കയ്യിൽ കിട്ടിയിട്ട് എന്ത് ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ഒരു മാനസികാവസ്ഥയാണ്. അപ്പോൾ മറിച്ച് പരമമായ അധികാരം അനന്തമായ അവസരമാണെന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തി അധികാരത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റം ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ കാണുന്നത്, ഈ അജിത് കുമാറിൽ കാണുന്നത് ഈ ക്രിമിനാലിറ്റിയാണ്. ആ ക്രിമിനാലിറ്റിയെ പ്രോത്സാഹിപ്പിച്ചത് അല്ലെങ്കിൽ അതിൻ്റെ സ്രോതസ് പ്രഭവ കേന്ദ്രം എന്ന് പറഞ്ഞത് പിണറായി വിജയൻ തന്നെയാണ്, ഒരു സംശയമില്ല. ആ പ്രഭവ കേന്ദ്രത്തിൽ നിന്നുണ്ടായ ഒരു അതിൻ്റെ പ്രശ്നങ്ങളാണ് ഈ CPM ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. CPM കേരളത്തിൽ തകർന്നടിയാൻ പോകുന്നതിൻ്റെയും അവസാനത്തെ കാരണം ഈ പ്രഭവ കേന്ദ്രം ജീർണിച്ചതിൻ്റെ പ്രശ്നമാണ്. കഴിഞ്ഞ 26 വർഷമായിട്ട് ഇദ്ദേഹത്തിൻ്റെ കയ്യിലാണ് പാർട്ടി. ആ ജീർണതയുടെ ഫലങ്ങളാണ് എം.ആർ. അജിത് കുമാറിലേക്ക് കാണുന്നത്. ഇവിടെ ഈ ഗവൺമെൻറ്മാർ ചെയ്ത കേസിനേക്കാൾ കൂടുതൽ കേരളം ഗൗരവപൂർവ്വമായി കാണേണ്ടത് ഈ എം.ആർ. അജിത് കുമാറിൻ്റെ ക്രിമിനാലിറ്റിയാണ്. അദ്ദേഹം കാരണം എന്താ വെച്ചാൽ
ആ പോലീസുകാർ, ആലപ്പുഴയിലെ പോലീസുകാരെ കൃത്യമായ റിപ്പോർട്ട് കൊടുത്തു. കാര്യം ഈ സിവിൽ പോലീസുകാർ പിടിച്ചു വെച്ച വ്യക്തികളെ ഇവർ ആക്രമിക്കുകയാണെന്നും പറഞ്ഞിട്ട് അതാണ് തിരുത്തിയത്. ഈ സേനയ്ക്കകത്തും യഥാർത്ഥത്തിൽ നീതിമാന്മാരായ ഉദ്യോഗസ്ഥരുണ്ടെന്നുള്ളതാണ് നമ്മൾ കാണിക്കുന്നത്. അവിടെ നമ്മൾ അതും കാണാതെ പോകരുത്. അത് വാങ്ങിയിട്ട് പെൻഡ്രൈവിൽ കൊണ്ടുവന്ന് തിരുത്തിയിട്ട് റഫർ റിപ്പോർട്ടും മറ്റു സംഗതികളെല്ലാം കൂടി ഇദ്ദേഹം മാറ്റി കൊടുക്കുകയാണ് ചെയ്തത്. അതിനെയാണ് ഏറ്റവും വലിയ ഗുരുതരമായ കുറ്റമായിട്ട് കാണേണ്ടത്. കാരണം ഈ വ്യക്തി ഇനിയിപ്പം സർവീസ് തുടരുകയാണെങ്കിൽ ഓരോ മലയാളിക്കും ഈ വ്യക്തി, ഈ എം.ആർ. അജിത് കുമാർ എന്ന് പറയുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ വലിയ ഭീഷണി തന്നെയാണ്. കാരണം പി വിജയനെ പോലുള്ള ഒരു ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യാൻ ഒരു കേസ് പാചകം ചെയ്ത് സസ്പെൻഡ് ചെയ്യാൻ തയ്യാറായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തി ഓരോ മലയാളിക്കും അധികാര കേന്ദ്രത്തിലിരിക്കുന്നത് ഭീഷണി തന്നെയാണ്.